ഇന്നിവിടെ ആരും ചോദിക്കാനും പറയാനുമില്ലേ? വിഴിഞ്ഞം തുറമുഖം കേരളത്തിന് നൽകിയാൽ ജീവിതകാലം മുഴുവൻ മോദിക്ക് അടിമയായിരിക്കുമെന്ന് പറഞ്ഞു അത്രേ. അങ്ങനെയാണ് പോലും കേരളത്തിന് വിഴിഞ്ഞം കിട്ടിയത്. ഈ അടിമയുടെ ഇപ്പോഴത്തെ ആഗ്രഹം എന്താണെന്നോ? അയ്യോ അല്ല, ജീവിതാഭിലാഷമാണ്, അത് വേറൊന്നാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായി സേവിച്ച് മരിക്കാനാണ് തൻ്റെ ആഗ്രഹം എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞത്. ഇത്രയുമേ ഉള്ളൂ തൻ്റെ ആഗ്രഹം, അതിനപ്പുറം ഒരാഗ്രഹവും ഈ ജന്മത്തിലില്ല എന്നുകൂടിയാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ബ്രാഹ്മണനാവണ്ട, തന്ത്രിയാവണ്ട, ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ആയാൽ മതി എന്നുള്ളതാണ് തൻ്റെ ജീവിതാഭിലാഷം എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇതെല്ലാം പറയുന്ന കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഹിന്ദു ആയതുകൊണ്ട് തനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നും. എന്തായാലും ഇന്നത്തെ സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന വലിയ ട്രോളുകൾക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട്. അതായത് ഗുരുവായൂരപ്പനാകണമെന്ന് പറയാത്തത് ഭാഗ്യം എന്ന് ചിലർ പറയുന്നുണ്ട്. ഇനി ഏതെങ്കിലും കല്യാണ വീട്ടിൽ പോയാൽ കല്യാണച്ചക്കനാകണം എന്ന് പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പായില്ലേ, ഇനി എന്തെല്ലാം കേൾക്കണം എന്ന് ഇങ്ങനെ നീളുന്നു ട്രോളുകളും പരിഹാസങ്ങളും എല്ലാം. എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് നമുക്കൊപ്പം ചേരുന്നത്. ഹാൻസ്, ഇന്നത്തെ സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന, പ്രത്യേകിച്ചും ഈ ഒരു ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ആകണം, അതിനകത്ത് തനിക്ക് ആധികാരികമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. അത് വലിയ തരത്തിലുള്ള പരിഹാസങ്ങൾക്കാണ് വഴിവെക്കുന്നത് എന്നുള്ളതാണ്. മുൻപ് ഈ സുരേഷ് ഗോപി പറഞ്ഞ ബ്രാഹ്മണനാവണം, തന്ത്രിയാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ, പൂണൂലിട്ട് ജനിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് വെച്ചാണ് ഇപ്പോൾ വീണ്ടും താരതമ്യം ചെയ്യുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തുള്ള പ്രസ്താവനകളായിരിക്കാം ഇതെല്ലാം എന്നും കൂടി ആളുകൾ പറയുന്നുണ്ട്. ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ പറഞ്ഞത്? സ്വാതി, നമുക്കറിയാം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പലപ്പോഴായി തൻ്റെ ആഗ്രഹങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിലും അല്ലാതെയുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നായിരുന്നു അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹം വീണ്ടും ഇത്തരമൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസവും അതിനോടൊപ്പം തന്നെ ഇന്നും നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് ആദ്യമായി അദ്ദേഹത്തിൻ്റെ മറ്റൊരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞത്. ഇനി ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായി ജോലി ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഗുരുവായൂരപ്പനെ സേവിക്കാൻ കഴിയണം, അതിനുശേഷം മരിക്കണം, അതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. മറ്റ് ആഗ്രഹങ്ങളെല്ലാം തന്നെ അതിന് പിന്നിലാണുള്ളത് എന്നുള്ളൊരു പരാമർശം അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് നടത്തുന്നത്. അതിനുശേഷം ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ പരിപാടിയിലും സമാനമായ പ്രതികരണം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായി. തിരുവനന്തപുരത്ത് വെച്ച് ഇന്ന് നടന്ന കലാകൗമുദിയുടെ സ്ഥാപക പത്രാധിപരായിട്ടുള്ള MS മണിയുടെ അനുസ്മരണ ചടങ്ങിൽ വെച്ചിട്ടാണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ സമാന പരാമർശം ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായി സേവനമനുഷ്ഠിക്കാനാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഗുരുവായൂരപ്പന് സേവനമനുഷ്ഠിക്കാൻ തനിക്ക് കഴിയും. അതോടുകൂടി ഈ സേവനമനുഷ്ഠിച്ചുകൊണ്ട് തന്നെ തനിക്ക് മരിക്കണം എന്നുള്ളതാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുകൂടിയാണ് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം താൻ ഈ പരാമർശം നടത്തിയപ്പോൾ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ വേട്ടയാടി. തൻ്റെ ഈ ആഗ്രഹത്തെ പുച്ഛത്തോടെ കാണേണ്ട ആവശ്യമില്ല, മതപരമായി ചിത്രീകരിക്കാനാണ് തൻ്റെ ഈ പരാമർശങ്ങളെ മാധ്യമങ്ങളടക്കം ശ്രമിക്കുന്നത്. കൂടാതെ തന്നെ തന്നെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത് ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല, താനൊരു ഹിന്ദു ആയതുകൊണ്ടാണ് അത് ചോദിക്കാൻ ആരുമില്ല എന്നുള്ളൊരു പരാമർശം കൂടി സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആഗ്രഹം പറയേണ്ടി വന്നത് അല്ലെങ്കിൽ ഇത്തരമൊരു പരാമർശം നടത്തിയത് എന്നുള്ള കാര്യം അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും സ്വാതി പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വീണ്ടും ഒരു പരാമർശം നടത്തിയതാണോ അല്ലെങ്കിൽ ഭൂരിപക്ഷ വോട്ടുകളടക്കം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് സംശയിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആഗ്രഹം പറഞ്ഞതല്ലാതെ കൂടുതൽ വിശദീകരണം കേന്ദ്ര സഹമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സ്വാതി, ശരി.